പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നതാ കുട്ടിക്ക് നല്ല റെസ്റ്റ് വേണമെന്ന്. ഇതിപ്പോൾ 8ാം മാസമാണ്. ബെഡ് റെസ്റ്റ് തന്നെ ഇനി വേണ്ടി വരും. പ്രസവം വരെ നന്നായി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അമ്മയോ കുട്ടിയോ ആരും ഉണ്ടാവില്ല. ഡോക്ടർ നീരസത്തോടെ നീനുവിൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. അവൾ നന്നായി റെസ്റ്റ് എടുക്കുന്നുണ്ട് ഡോക്ടർ. പിന്നെ അല്ലറ ചില്ലറ ചെറിയ പണികളൊക്കെ ചെയ്ത് അമ്മയെ അടുക്കളയിൽ സഹായിക്കും. അമ്മയ്ക്ക് കാലിന് നീരുണ്ടേ. വിവേക് തല ചൊറിഞ്ഞു. അമ്മയ്ക്ക് കാലിന് നീരുണ്ടോ ഇല്ലയോ എന്നത് ഇവിടുത്തെ വിഷയമല്ല. നിങ്ങൾ സ്വന്തം ഭാര്യയുടെ കാലിലേക്കൊന്ന് നോക്ക്. 2 കാലും മന്ത് വന്നതുപോലെ വീർത്തിരിക്കുന്നത് കണ്ടോ? കണ്ണൊക്കെ ഉറക്കം കിട്ടാതെ കുഴിഞ്ഞ് താന്നു. ഇനിയും ഈ കുട്ടിക്ക് വേണ്ടത്ര റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നോർമൽ ഡെലിവറി നടക്കില്ല. സിസേറിയൻ ചെയ്യേണ്ടി വരും. അതും അമ്മയോ കുട്ടിയോ ആരെങ്കിലും ഒരാളെ കാണൂ. ഡോക്ടർ പരുഷമായി പറഞ്ഞുകൊണ്ട് മരുന്നെഴുതി നൽകി അടുത്ത പേഷ്യൻറ്റിനെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ട് നീനുവിന് ആധിയായി. ചെറിയൊരു ഉത്കണ്ഠ അവനിലും ഉണ്ടായിരുന്നു. ഡോക്ടർ ഇത്ര കാര്യമായി പറഞ്ഞതുകൊണ്ട് അവളെ കൊണ്ട് ഇനി അധികം പണി ചെയ്യിപ്പിക്കേണ്ട എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ. ഏട്ടാ, ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. അല്ലേ തന്നെ നിങ്ങൾ വീട്ടിലെ പണി മുഴുവനും എടുത്ത് നടു ഒടിഞ്ഞിരിക്കുക. എന്നെയും കുഞ്ഞിനെയും ജീവനോടെ വേണമെങ്കിൽ ഇനിയെങ്കിലും എനിക്ക് കുറച്ച് റെസ്റ്റ് തരാൻ അമ്മയോടും ചേച്ചിയോടും പറ. ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ നേരവും കട്ടിലിൽ കയറി കിടക്കാതെ ചെറിയ പണി എന്തെങ്കിലുമൊക്കെ ചെയ്തോ. നീനുവിൻ്റെ വീട് കുറേ ഉള്ളിലേക്കാണ്. അടുത്തൊന്നും നല്ല ആശുപത്രി പോലുമില്ല. തൻ്റെ കുഞ്ഞ് നല്ല ഹോസ്പിറ്റലിൽ തന്നെ ജനിക്കണമെന്ന് വിവേകിന് ആഗ്രഹമുണ്ട്. അതുപോലെ വല്ല കാട്ടുമുക്കിലും പോയി കിടന്നിട്ട് പ്രസവ സമയത്ത് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്താൻ പറ്റാതെ മകൻ്റെ കുഞ്ഞിന് വല്ലവും സംഭവിച്ചാലോ എന്ന് പറഞ്ഞ് അമ്മായിയമ്മയും അവളെ വീട്ടിൽ പോയി നിൽക്കുന്നത് വിലക്കി. ഗർഭിണിയായതുകൊണ്ട് ഒത്തിരി ദൂരം യാത്ര ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ പ്രഗ്നൻ്റ് ആയ ശേഷം നീനു വീട്ടിൽ പോയിട്ടില്ല. അച്ഛനും അമ്മയും അനിയനും ഇങ്ങോട്ട് വന്ന് കണ്ടിട്ട് പോകും. വിവേകിൻ്റെയും നീനുവിൻ്റെയും കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് കിട്ടുന്ന കുഞ്ഞാണ്. ഗർഭിണിയാകാൻ വൈകിയപ്പോൾ മുതൽ നീനുവിനെ സദാ പഴിചാരിക്കൊണ്ടിരുന്നു അമ്മായിയമ്മയും നാത്തൂനും. അവളെ കൊണ്ട് വീട്ടിലെ പണി മുഴുവൻ ചെയ്യിപ്പിക്കും. അവസാനം ഗർഭിണിയായപ്പോൾ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞെങ്കിലും അതിന് സമ്മതിച്ചില്ല. അനങ്ങാതെ മൂലക്കിരുന്നാൽ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കേണ്ടി വരുമെന്നും അതിന് ലക്ഷങ്ങൾ ചിലവാകുമെന്നും പറഞ്ഞ് നീനുവിന് വിശ്രമിക്കാൻ ആരും സമ്മതിച്ചില്ല. തൻ്റെ കുഞ്ഞിനെ കുഴപ്പം കൂടാതെ തരണേ എന്നുള്ള പ്രാർത്ഥനയോടെ അവൾ സകല പണികളും ചെയ്തുകൊണ്ടിരുന്നു. ഡോക്ടർ ഇപ്രാവശ്യം കുറച്ച് ദേഷ്യത്തിലായിരുന്നു. അവൾക്ക് ബെഡ് റെസ്റ്റ് വേണമെന്ന്, അല്ലെങ്കിൽ ഓപ്പറേഷൻ ആയി പോകും. അവളുടെ കാലിലെ നീര് കണ്ടോ അമ്മ? വീട്ടിലെത്തിയപ്പോൾ വിവേക് അമ്മയോടും ചേച്ചിയോടും പറഞ്ഞു. ഡോക്ടർ അങ്ങനെ പലതും പറയും. ഞാനും 2 പെറ്റതാ. അതും ഈ വീട്ടിൽ ഇപ്പോഴത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പ്രസവിക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് വരെ എല്ലാ ജോലിയും ചെയ്തിരുന്നു. അതുകൊണ്ടെന്താ, വേദന വന്നത് പറഞ്ഞില്ല, നിന്നെ പെറ്റതും അറിഞ്ഞില്ല. നിന്റെ ചേച്ചിയും ഒന്ന് പ്രസവിച്ചതല്ലേ. അവളോട് ഡോക്ടർ റെസ്റ്റ് എടുക്കാനൊന്നും പറഞ്ഞതുമില്ല. അവളും ജോലിയൊക്കെ ചെയ്യുകയും ചെയ്തു. നിന്റെ ഭാര്യയ്ക്ക് മാത്രം മേലനങ്ങാൻ പാടില്ല. ഈ 8 മാസം പണിയെടുത്തിട്ട് അവൾക്കൊരു കുഴപ്പവും വന്നില്ലല്ലോ. പിന്നെ കാലിന് നീര് മിക്കവാറും എല്ലാ ഗർഭിണികൾക്കും വരും. പിറന്നു വീഴാൻ പോകുന്നത് നിന്റെ കൊച്ച. അതിന് ആരോഗ്യം വേണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം. ഡോക്ടർ പറയണത് കേട്ടാ കൊച്ചിനെ ജനിച്ച പാടെ ആരോഗ്യക്കുറവുണ്ടെന്നും തൂക്കക്കുറവുണ്ടെന്നും പറഞ്ഞ് ആശുപത്രി കിടത്തി കുറേ നല്ല പൈസ പിടുങ്ങും. വിവേകിൻ്റെ അമ്മ വത്സല എന്തോ മഹാകാര്യം പറഞ്ഞതുപോലെ നെടുവീർപ്പിട്ടു. അമ്മ പറഞ്ഞത് ശരി. വെറുതെ ഭാര്യയുടെ വാക്ക് കേട്ട് തുള്ളുന്ന ഭെങ്കോന്തനാവല്ലേ. ഇനി പണിയെടുക്കാൻ മടിച്ച് ഇവളാണോ നിന്നെക്കൊണ്ട് ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞുവെന്ന് പറയാൻ പറഞ്ഞേ? വിവേകിൻ്റെ ചേച്ചി വരുണിയാണ്. ദേ ചേച്ചി, ഇല്ലാത്തത് പറയല്ലേ. ഡോക്ടർ സത്യമായിട്ടും പറഞ്ഞ കാര്യമാണ്. ഇവിടുത്തെ പണിയെടുക്കാൻ ഞാൻ എന്തെങ്കിലും മടി കാട്ടിയിട്ടുണ്ടോ? നീനുവിൻ്റെ കണ്ണു നിറഞ്ഞു. നീ നിന്ന് പൂങ്കണ്ണീർ പൊഴിക്കണ്ട. പോയി രാത്രിയിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെക്ക്. ഇന്ന് രതീഷേട്ടൻ വരും ഇങ്ങോട്ട്. വരുണിയുടെ ഭർത്താവാണ് രതീഷ്. റിയൽ എസ്റ്റേറ്റ് ആണ് പണി. പൂത്ത കാശുണ്ട്. മിക്കവാറും ദിവസം യാത്രയിലാകും. അയാളുടെ അമ്മയുമായി ചേരാത്തതുകൊണ്ട് വരുണി സ്വന്തം വീട്ടിൽ തന്നെയാണ് താമസം. തന്നെ പിന്തുണയ്ക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് അവൾ വയ്യായിക സഹിച്ചുകൊണ്ട് രാത്രിയിലേക്കുള്ള ആഹാരം ഉണ്ടാക്കി വെച്ച് എല്ലാം കാസറോളിൽ വിളമ്പി പോയി കിടന്നു. ക്ഷീണം കാരണം അവൾ അപ്പോൾ തന്നെ ഉറങ്ങി. അളിയൻ്റെ ഒപ്പം ഫുഡ് കഴിച്ച് മദ്യസൽക്കാരവും കഴിഞ്ഞ് രാത്രി ഏറെ വൈകിയാണ് വിവേക് കിടക്കാനെത്തിയത്. കിടക്കയിൽ ചെരിഞ്ഞു കിടക്കുകയായിരുന്നു നീനു. മദ്യലഹരിയിൽ അവനിലെ പൗരുഷം അവളെ കണ്ടപ്പോൾ ഉണർന്നു. വിവേക് നീനുവിനരികിൽ ചേർന്ന് കിടന്ന് അവളുടെ കഴുത്തിനു പിറകിൽ ഉമ്മ വെച്ചു. പിന്നെ പതുക്കെ കൈവിരലുകൾ കൊണ്ട് അവളെ ഉണർത്തി. നീനു ഞെട്ടി കണ്ണു തുറന്ന് നോക്കുമ്പോൾ കണ്ടത് ആലസ്യത്തോടെ തന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന വിവേകിനെയാണ്. 7ാം മാസം ആയേ പിന്നെ നീനു പേടിച്ചിട്ട് ഒന്നിനും സമ്മതിക്കാറില്ല. അതിൻ്റെ ഒരു നിരാശ അവനിലുണ്ട്. ഏട്ടൻ എന്തായി കാണിക്കണേ? എന്നെ വിട്ടേ. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുള്ളപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ? നീനു കുതറി മാറി.
സുഖപ്രസവം നടക്കാൻ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതെന്ന് അളിയൻ പറഞ്ഞ് അവർ 9-ാം മാസം വരെ ചെയ്തിട്ടുണ്ട്. നീ മാത്രമാണ് എന്നെ തൊടാൻ സമ്മതിക്കാത്തത്. ഇങ്ങോട്ട് നീങ്ങിക്കിടക്ക് നീ. ഞാനൊന്ന് തൊട്ടെന്ന് വെച്ച് നിനക്കൊന്നും സംഭവിക്കാൻ പോണില്ല. വല്ലവരും പറയുന്നത് കേട്ട് എൻ്റെ അടുത്ത് വരാൻ നിൽക്കണ്ട. ഒന്നും നടക്കാൻ പോണില്ല. എനിക്കെൻ്റെ കുഞ്ഞാണ് വലുത്. എൻ്റെ സമ്മതമില്ലാതെ എന്നെ തൊട്ടു പോകരുത്. പകൽ മൊത്തം പണിയെടുത്ത് നടു ഒടിഞ്ഞിരിക്കുക. അപ്പോഴാ കുടിച്ചിട്ട് വന്ന ഓരോരോ പേക്കൂത്ത്. അവൻ്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞവൾ മാറിക്കിടന്നു. നിരാശയും ദേഷ്യവും സഹിക്കാൻ പറ്റാതെ വിവേക് വാതിൽ വലിച്ചടച്ച് വെളിയിലേക്ക് പോയി. സമാധാനത്തോടെ നീനു കിടന്നുറങ്ങി. നാത്തൂൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നത് കൊണ്ട് 4-5 ദിവസമായി അടുക്കളയിൽ ഒരേ നിൽപ്പ് നിന്ന് പിടിപ്പത് പണിയായിരുന്നു നീനുവിന്. പണികൾക്കിടയിലും തൻ്റെ കുഞ്ഞ് വയറ്റിൽ കിടന്ന് ഇളകുന്നുണ്ടോ എന്നവൾ ശ്രദ്ധിക്കും. 2 ദിവസമായി അനക്കം നല്ല കുറവാണ്. 3-ാം ദിവസം തീരെ അനക്കമില്ലാതെയായി. 4-ാം ദിവസവും അങ്ങനെ ആയപ്പോൾ നീനു ഭയന്നു. വിവേക് അന്നത്തെ രാത്രിയോടെ അവളോട് പിണങ്ങി നടപ്പാണ്. അവളും അവനോട് മിണ്ടാൻ പോയില്ല. കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോൾ നീനു അങ്ങോട്ട് പോയി മിണ്ടി കാര്യം പറഞ്ഞു. അമ്മയും നാത്തൂനും അത് കേട്ട് ഇതൊക്കെ സാധാരണയാണ്. ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ ഒരു കുഴപ്പവും ഇല്ലെന്നേ പറയൂ. വെറുതെ നിന്റെ കാശ് കളയാൻ അവൾ ഓരോന്ന് പറയൂവെന്ന് പറഞ്ഞ് അവർ അത് നിസ്സാരമാക്കി. ചൂടുവെള്ളം കുടിച്ച് നോക്കിയതും വയറ്റിൽ തൊട്ടും തലോടിയും അമർത്തിയും നോക്കിയതും അവൾ കുഞ്ഞിനെ അനക്കം വെപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ കുഞ്ഞിൻ്റെ അനക്കം കിട്ടിയില്ല. നീനുവും ആകെ വിളറി വെളുത്ത് ക്ഷീണിച്ചു തുടങ്ങി. അവളെക്കൊണ്ട് ഒന്നിനും പറ്റാത്ത പോലെ. കൈകാലുകൾ കുഴയുകയും അടിവയറ്റിലും നടുവിനും വേദന പടരാനും തുടങ്ങി. നീനുവിൻ്റെ അവശത കണ്ട് വിവേക് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചെങ്കിലും അവൻ്റെ മനസ്സ് വായിച്ചതുപോലെ അമ്മ ഇതൊക്കെ അവളുടെ അടവായിരിക്കും, നിന്നെക്കൊണ്ട് കാശ് കളയിക്കാൻ എന്ന് പറഞ്ഞു. പ്രസവം അടുത്തു വരുമ്പോൾ അനക്കം കുറയുന്നതും ക്ഷീണം കൂടുന്നതും സാധാരണയാണെന്നും വേദന വന്നു തുടങ്ങുന്നത് സുഖപ്രസവത്തിൻ്റെ ലക്ഷണമാണെന്നും അവർ പറഞ്ഞു വെച്ചു. പക്ഷേ രാത്രിയോടെ നീനുവിന് ബ്ലീഡിംഗ് ആയി. അതോടെ ആദ്യയോടെ വിവേക് അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞു. ആശുപത്രിയിലെത്തുമ്പോൾ നീനുവിന് ബോധമുണ്ടായിരുന്നില്ല. നീനുവിനെ പരിശോധിച്ച ഡോക്ടർ അവളെ ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുക്കുമ്പോൾ പൊക്കിൽ കൂടി കഴുത്തിൽ മുറുകി കുഞ്ഞ് മരിച്ചിട്ട് 1 ദിവസം തികഞ്ഞിരുന്നു. കുഞ്ഞ് പോയത് നീനുവും അറിഞ്ഞു. തൻ്റെ ഓമനയ്ക്ക് അന്ത്യചുംബനം നൽകിയ ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബ്ലീഡിംഗ് നിലയ്ക്കാതെ നീനുവും മരണം വരിച്ചു. ഗർഭകാലത്ത് അവൾക്ക് വേണ്ട പരിചരണം കിട്ടാത്തതുകൊണ്ടാണ് ഈയൊരു ദുരന്തം ഉണ്ടായതെന്ന് നീനുവിനെ നോക്കിയ ഡോക്ടർ പറഞ്ഞു. വിവേകിന് കടുത്ത ഭാഷയിൽ അവർ ശകാരിക്കുകയും ചെയ്തു. നീനുവിൻ്റെ വീട്ടുകാർ അവനും വീട്ടുകാർക്കുമെതിരെ പോലീസിൽ കേസ് കൊടുത്തു. വിവേകിൻ്റെ അമ്മയും ചേച്ചിയും ആ ആരോപണം എതിർത്തെങ്കിലും അവനൊന്നും എതിർത്തില്ല. ഭാര്യയും കുഞ്ഞും പോയ ഷോക്കിലായിരുന്നു അവൻ. തങ്ങളുടെ ഭാഗത്തെ കൊടിയ തെറ്റുകൊണ്ടാണ് 2 ജീവൻ ഇല്ലാതായതെന്നുള്ള സത്യം അവന് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിഞ്ഞില്ല. കുറ്റബോധം അവനെ കാർന്നു തിന്നു. ആ ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു വിവേകിൻ്റെ തുടർന്നുള്ള ജീവിതം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.